ഭൂമി, നിനക്ക് കാത് കേട്ടുകൂടെ? എന്തിനാണ് അവിടെ പോയതെന്ന്? കാർത്തിക്ക് ദേഷ്യം വന്നു. അത് എനിക്കൊരാവശ്യമുണ്ടായിരുന്നു. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. എല്ലാം അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റുമോ? അതിന് മാത്രം ബന്ധമൊന്നുമില്ലല്ലോ. എല്ലാം പറയണ്ട, ഇത് മാത്രം പറയാലോ. കമ്പൈൻ സ്റ്റഡിക്ക് പോയതാ. ഭൂമി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അവനോട് പറഞ്ഞു. ഏത് സബ്ജക്റ്റ്? മാത്സ്. പെട്ടെന്ന് വായിൽ വന്നൊരു സബ്ജക്റ്റ് ഭൂമി പറഞ്ഞു പോയതാണ്. കാര്യം ഭൂമിക്ക് മാത്സ് ഇത്തിരി പാടാണ്. എങ്കിലും അവൾ അത്യാവശ്യം സ്കോർ ചെയ്യാറുണ്ട്. പക്ഷേ കാർത്തിയാണ് കോളേജിൽ അവർക്ക് മാത്സ് എടുക്കുന്നത്. ഭൂമി അലസമായി നെറ്റി ചൊറിഞ്ഞുകൊണ്ട് കാർത്തിക്കിനെ നോക്കി. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ വെച്ച് ചോദിക്കാൻ പാടില്ലേ? അതല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ചോദിക്കാൻ പാടില്ലേ നിനക്ക്? കാർത്തി ഇങ്ങനെ എണ്ണി എണ്ണി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കുള്ള ഫുഡ് കൊണ്ടുവച്ചിരുന്നു കൊണ്ട് രക്ഷപ്പെടാൻ എന്നതുപോലെ പെട്ടെന്ന് തന്നെ ഭൂമി ഒരു കട്ട്ലേറ്റ് എടുത്ത് വായിലേക്ക് വെച്ചു. പിന്നൊന്നും കാർത്തി അതേക്കുറിച്ച് പറഞ്ഞില്ല. കോഫി കുടിച്ചു. അല്പം താമസിച്ചായിരുന്നു അവരിരുവരും വീട്ടിലേക്ക് പോയത്. സമയമപ്പോൾ ഏകദേശം 5 മണിയോടടുത്തിരുന്നു. ഉമ്മർത്ത് തന്നെ അവരുടെ വരവും കാത്ത് സുഭദ്രയുണ്ടായിരുന്നു. പെട്ടെന്ന് കാർത്തിക്കിൻ്റെ കാറ് പോർച്ചിലേക്ക് വന്നതും അതിൽ നിന്ന് ഭൂമി ഇറങ്ങിയത് കൂടി കണ്ട് സുഭദ്ര നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ ഓടി അവൾക്കടുത്തേക്ക് വന്നു. എൻ്റെ മഹാദേവ, ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ പോയത്. ഭൂമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സുഭദ്ര പറയുമ്പോൾ കാർത്തിക്കും ഭൂമിയും കാര്യം മനസ്സിലാവാത്ത പോലെ സുഭദ്രയെ നോക്കി. മോളുടെ ഫോണിലേക്ക് ഒരുപാട് തവണ വിളിച്ചായിരുന്നു ഞാൻ. മോൾ ഫോൺ എടുക്കാത്തത് എന്താ? അയ്യോ സോറി അമ്മേ. എൻ്റെ ബാഗിലായിരുന്നു ഫോണ്. സൈലൻ്റ് ആയിരുന്നു, അതുകൊണ്ട് അറിഞ്ഞില്ല. ഞാനങ്ങ് പേടിച്ചു പോയി. കുറേ നേരം വിളിച്ചിട്ടും മോളുടെ മറുപടിയൊന്നും ഇല്ലാഞ്ഞപ്പോൾ. ആ, അതൊക്കെ പോട്ടെ. രണ്ടാളും ഇങ്ങ് വന്നല്ലോ. ചായ എടുക്കട്ടെ അമ്മ? വേണ്ടമ്മേ, ഞങ്ങൾ പുറത്തുനിന്ന് കോഫി കുടിച്ചിട്ടാണ് വന്നത്. പെട്ടെന്ന് ഭൂമി പറഞ്ഞതും സുഭദ്രയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്നാണ് സുഭദ്ര ആ നിമിഷം ചിന്തിച്ചത്. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭൂമി കുറേ നേരം താഴെ സുഭദ്രയ്ക്കൊപ്പം നിന്നു. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ കാർത്തി മുകളിലേക്ക് പോയി ഫ്രഷായി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ആരെയോ ഫോൺ ചെയ്യുകയാണ്. മോളൊരു കാര്യം ചെയ്യാം, വേഗം കുളിച്ച് റെഡിയായി നിങ്ങൾ പോയി കാവിൽ വിളക്ക് വയ്ക്കുക. എന്ന് മാത്രമല്ല, ഇനി വരുന്ന 7 ദിവസങ്ങളിൽ നിങ്ങൾ ഒന്നിച്ചു പോയി കാവിൽ വിളക്ക് കൊളുത്തണം. തിരുമേനി ഇന്നലെ പറഞ്ഞതാണേ. നാഗദൈവങ്ങളുടെ കോപം നമ്മുടെ കുടുംബത്തിനുണ്ടെന്നാ പറയുന്നേ. അവനോട് ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു. മോളോട് ഇക്കാര്യം പറയാൻ അമ്മ വിട്ടുപോയി. ആണോ? അത് സാരമില്ല, കുളിച്ചിട്ട് പോയി ഞങ്ങൾ വിളക്ക് വയ്ക്കാം. ശരി മോളെ. മുറി ചെന്ന പാടെ തന്നെ ഭൂമി പെട്ടെന്ന് കുളിച്ചിറങ്ങി കയ്യിൽ കിട്ടിയ ഒരു ധാവണി എടുത്തെടുത്തു. അപ്പോഴേക്കും കാർത്തി താഴേക്ക് നടന്നിരുന്നു. അവന് പിന്നാലെ ഭൂമിയും അവിടേക്ക് ചെന്നു. അവരിരുവരും കയ്യിൽ കത്തിച്ചു പിടിച്ച ദീപവുമായി കാവിലേക്ക് വന്നു. അപ്പോഴേക്കും ഒരു മഴയ്ക്കുള്ള വട്ടം കൂട്ടുന്നുണ്ട് പ്രകൃതി. വീശി അടിച്ച കാവിലെ മരച്ചില്ലകൾ ആടി ഉലഞ്ഞു. നേരം അധികം ഇരുട്ടിയിട്ടില്ല. എങ്കിൽ പോലും മഴയുടെ മുന്നോടിയായുള്ള കാർമേഘങ്ങൾ അവിടെ വല്ലാത്ത ഒരു ഇരുട്ട് സൃഷ്ടിച്ചു. അല്പം കൂടി ശക്തമായ കാറ്റ് വീശിയതോടെ ഭൂമിയുടെ കയ്യിലിരുന്ന ദീപം കെട്ടുപോയി. അല്പം പേടിയോടെ ഭൂമി കാർത്തിക്കിനെ നോക്കി. കയ്യിൽ കരുതിയിരിക്കുന്ന ലൈറ്റർ വെച്ച് അവൻ വിളക്ക് വീണ്ടും കത്തിച്ചു. ഭൂമി കയ്യിൽ കരുതിയ ദീപം നാഗത്തറയിലേക്ക് വെച്ചതും ഒരു ഇടി മുഴങ്ങിയതും ഒന്നിച്ചായിരുന്നു. അറിയാതെ ഭൂമിയുടെ കൈകൾ യാന്ത്രികമായി കാർത്തിക്കിനെ ചുറ്റിപ്പിടിച്ചു. വീട്ടിൽ പോകാം, ഇടിയും മഴയൊക്കെ എനിക്ക് പേടിയാ. വീട്ടിൽ നിന്ന് അല്പം ദൂരം നടക്കാനുണ്ട് കാവിലേക്ക്. അപ്പോഴേക്കും പൊടുന്നനെ ഒരു മഴ പെയ്തു. നിമിഷ നേരം കൊണ്ട് അവരിരുവരും നനഞ്ഞു കുതിർന്നു. ചില്ല വിരിച്ചു നിൽക്കുന്ന അരയാലിൻ്റെ ചുവട്ടിലേക്ക് ഭൂമിയെയും വലിച്ചുകൊണ്ട് കാർത്തിക് ഓടിപ്പോയി. ആർത്തലച്ചു പെയ്യുന്ന മഴയിലും കൂരിരുട്ടിലും ഇടയ്ക്കിടയ്ക്ക് മിന്നൽ പിണരുകൾ അവർക്ക് വെളിച്ചം പകർന്നു. ഭൂമി ഭയത്തോടെ കാർത്തിക്കിൻ്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയാണ്. വീട്ടിലേക്ക് പോകാം സർ. മഴയുടെ തണുപ്പ് കൊണ്ട് അവളുടെ സ്വരം ചിലമ്പിച്ചിരുന്നു. ഈ പെരുമഴ പെയ്യുന്നത് താൻ കാണുന്നില്ലേ? മഴ ചിലപ്പോൾ ഇപ്പം തോരും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ഇവിടെ നിൽക്കാം. അപ്പോഴേക്കും കാർത്തിക് കണ്ടിരുന്നു
മൂടിക്കെട്ടിയ ഇരുട്ടിലൂടി ഒരു ടോർച്ച് വിളിച്ചോ അവരെ തേടിയെത്തുന്നത്. മറ്റാരും ആയിരുന്നില്ലത്, സുഭദ്രയായിരുന്നു. അവരുടെ കയ്യിൽ കാർത്തിക്കിനും ഭൂമിക്കുമായി ഒരു കുടയുമുണ്ട്. പെട്ടെന്ന് എന്താണോ ഒരു മഴ. വൈകിട്ട് വരെ നല്ലപോലെ തെളിഞ്ഞു നിന്നതാ. അതും പറഞ്ഞുകൊണ്ട് സുഭദ്ര കയ്യിലിരുന്ന കുട കാർത്തിക്കിന് നേരെ നീട്ടി. ടോർച്ച് തെളിച്ചുകൊണ്ട് സുഭദ്ര മുന്നേ നടന്നു. ഒരു ചെറിയ കുടക്കീഴിൽ കാർത്തിക്കും ഭൂമിയും മഴയെ വകവയ്ക്കാതെ ഒരുമിച്ച് നടന്നു. ഇടയ്ക്കെപ്പോഴോ കാർത്തികിന്റെ കൈകൾ ഭൂമിയുടെ തോളിലൂടി പിടിച്ച് അവനിലേക്ക് ചേർത്തു. അവന്റെ കൈകളുടെ തണുപ്പ് ദേഹത്തേക്ക് പടർന്നതും മുന്നോട്ട് നടക്കാതെ ഭൂമി കാർത്തികിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. പെട്ടെന്നുള്ള പ്രവൃത്തിയായതിനാൽ കാർത്തികിന്റെ മുഖത്ത് അല്പം ചമ്മൽ പ്രകടമായിരുന്നു. നല്ല മഴയല്ലേ, രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലൂടെ നടന്നു കഴിഞ്ഞാൽ മുഴുവൻ നനയത്തേ ഉള്ളൂ, അതുകൊണ്ടാ. അവളുടെ തോളിലൂടെ ചേർത്ത് പിടിച്ചതിന് അവനൊരു ന്യായീകരണം കണ്ടെത്തി. അവരോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് സുഭദ്ര മുന്നോട്ട് നടന്നു. കുറച്ച് സമയമായിട്ടും അവരുടെ സംസാരം കേൾക്കാണ്ട് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതായിരുന്നു. സുഭദ്രയുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി മിന്നിമാഞ്ഞു. പിന്നീട് സുഭദ്ര തിരിഞ്ഞു നോക്കാതെ നേരെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി അല്പസമയം കഴിഞ്ഞിട്ടാണ് കാർത്തിക്കും ഭൂമിയും വന്നത്. കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇരുവരും നന്നായി നനഞ്ഞു. മോള് പോയി നല്ല അസലായി തല തോർത്ത്. കാലം തെറ്റിപ്പെയ്ത മഴയാ, ചിലപ്പോൾ പനി പിടിക്കും. സുഭദ്രയെ നോക്കി തലകുലുക്കിക്കൊണ്ട് ഭൂമി വേഗം മുകളിലെ മുറിയിലേക്ക് ഓടി. തോർത്തുമെടുത്ത് ബാത്റൂമിൽ കയറി നിന്നെങ്കിലും അല്പനേരം വേണ്ടി വന്നു ഭൂമിക്ക് അവളുടെ ശ്വാസഗതി നേരെയാക്കി വരാൻ. എന്തിനാണ് ഈശ്വര കാർത്തിക് സാർ തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അവളുടെ മനസ്സിലൂടെ 2 ദിവസം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോരോ നിമിഷങ്ങളും ഒരു തിരശ്ശീലയായി എന്നതുപോലെ തെന്നി നീങ്ങിപ്പോയി. എത്ര ആലോചിച്ചിട്ടും ഭൂമിക്ക് മറുപടിയൊന്നും കിട്ടുന്നില്ല. കുറേ നേരമായി ബാത്റൂമിൽ കയറിയിട്ടും ഭൂമി ഇറങ്ങാത്തത് കൊണ്ട് ബാത്റൂമിലെ ഡോറിൽ ചെന്ന് തട്ടി കാർത്തിക്. ഭൂമി ഇറങ്ങുന്നില്ലേ? ഞാനും നനഞ്ഞു നിൽക്കുക, എനിക്ക് വേഷം മാറണം. അപ്പോഴാണ് താൻ ഇത്രയും നേരം വേഷം പോലും മാറാണ്ട് ഇതിനകത്ത് കാർത്തികിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുവാണെന്ന് ഭൂമിക്ക് ഓർമ്മ വന്നത്. പെട്ടെന്ന് കുറച്ച് വെള്ളം തലയിലൂടെ കോരി ഒഴിച്ചു. വേഷം മാറി തലപോലും മര്യാദയ്ക്ക് തോർത്താതെ അവൾ ബാത്റൂമിൽ നിന്ന് ഓടിയിറങ്ങി. ആ പോക്കും ധൃതിയുമൊക്കെ കാർത്തി കാണുന്നുണ്ടെങ്കിലും അവനൊന്നും മിണ്ടിയില്ല. അവൻ നേരെ ബാത്റൂമിലേക്ക് കയറി. കാർത്തി കുളിച്ചിറങ്ങുമ്പോൾ ഭൂമി മുറിയിലുണ്ടായിരുന്നില്ല. സുഭദ്രയുടെ കൂടെ താഴെയായിരിക്കുമെന്ന് കാർത്തി ഊഹിച്ചു. വരുന്ന ആഴ്ചത്തേക്ക് വേണ്ടി അവന് കുറേയേറെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ താഴേക്ക് പോയതുമില്ല. കഴിക്കാൻ നേരം സുഭദ്ര വന്ന് വിളിക്കുമ്പോഴാണ് കാർത്തി ഇറങ്ങി വന്നത്. ഭൂമി അപ്പോഴേക്കും ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. സുഭദ്രയോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഭൂമി മുകളിലേക്ക് കയറുമ്പോഴും കാർത്തിയെ അവിടെ ഇരുന്ന് കഴിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ പെൺകുട്ടികൾ ഭർത്താവ് കഴിച്ച് തീരുന്നോടം വരെ അടുത്ത് നിൽക്കണം. അവർക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കണം. എനിക്കുമുണ്ട് ഭർത്താവ്. അല്ലാതെ ഭർത്താവ് ഉണ്ട് എണീക്കും മുമ്പ് മുറി കയറിപ്പോയി കഥ കടയ്ക്കുകയാണോ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് കയറിപ്പോകുന്ന ഭൂമിയെ നോക്കി ലളിതവല്യമ്മ വീണ്ടും തുടർന്നു. ഭൂമിയാണെങ്കിൽ ഇതൊന്നും കേൾക്കുന്നതേയില്ലായിരുന്നു. സുഭദ്ര പിന്നെ അത് കേട്ട ഭാവം നടിക്കാണ്ട് അടുക്കളയിലേക്ക് പോയി. അപ്പോഴാണ് കാർത്തികിന്റെ ശബ്ദം അവിടെ ഉയർന്നത്. വല്യമ്മയ്ക്ക് കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഒരു നിമിഷം കാർത്തികിനെ നോക്കി ലളിത വല്യമ്മ. അല്ല, എനിക്ക് 2 കൈകളുണ്ട്. ആവശ്യമുള്ളതെടുത്ത് കഴിക്കാനും എനിക്കറിയാം. ഭൂമി വരുന്നതിന് മുമ്പും ഈ വീട്ടിൽ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. പ്രത്യേകിച്ച് എടുത്തു തരാനും വേണമെന്ന് ചോദിക്കാനും ഒക്കെ എന്തിനാണ് ഒരാൾ? സാധനങ്ങളൊക്കെ മുമ്പിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. ആവശ്യമുള്ളത് ആവശ്യമുള്ളവർക്കെടുത്ത് കഴിക്കാന്നേ. പെട്ടെന്ന് കാർത്തി അങ്ങനെ പറഞ്ഞപ്പോൾ സുഭദ്രയ്ക്ക് ചിരി വന്നു. ഭൂമിക്ക് വേണ്ടി അവൻ എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങി എന്നുള്ള ചിന്തയിൽ അവരുടെ മനം കുളിർന്നു. സത്യത്തിൽ സുഭദ്ര അവരോട് മനഃപൂർവ്വമായിരുന്നു ഒന്നും പറയാഞ്ഞത്. കാരണം കാർത്തി എന്തേലും പറയുമോ എന്ന് അവർക്കറിയണമായിരുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി ലളിതവല്യമ്മയുടെ മുഖമങ്ങ് കടുത്തു. മയക്കി വെച്ചിരിക്കുവാണവൾ ഈ ചെക്കനെ. വല്യമ്മ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അന്നും പതിവ് പോലെ കാർത്തി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഭൂമി ഉറക്കം പിടിച്ചു കഴിഞ്ഞു.
കാർത്തിക്കും അത്യാവശ്യം ടയേർഡായതുകൊണ്ട് വേഗം കയറി കിടന്നു. തലേന്ന് രാത്രി നേരത്തെ ഉറങ്ങിയതുകൊണ്ട് പിറ്റേന്ന് ഭൂമി നേരത്തെ എഴുന്നേറ്റു. പക്ഷെ അവൾ എഴുന്നേൽക്കുന്ന സമയത്ത് കാർത്തി അരികിലുണ്ടായിരുന്നില്ല. കാർത്തിക്കിൻ്റെ ഷീറ്റ് അവൻ്റെ പില്ലോയുടെ അടുത്ത് മടക്കി വെച്ചിട്ടുണ്ടവൻ. അത് കണ്ടതും കാർത്തി ജോഗിങ്ങിന് പോയി കാണുന്ന ഭൂമി ഊഹിച്ചു. ബാത്റൂമിൽ കയറി പല്ല് തേച്ച് മുഖം കഴുകി ഭൂമി ശേഷം നേരെ താഴേക്ക് ചെന്നു. ആ സമയം സുഭദ്ര അടുക്കളയിലുണ്ടായിരുന്നു. ജോലിക്ക് നിൽക്കുന്ന ദേവകിയും വന്നിട്ടുണ്ട്. അവിടെ ഭൂമിയെ കണ്ടതും സുഭദ്ര ഒരു കപ്പിൽ ചായ പകർന്ന് അവൾക്ക് നേരെ നീട്ടി. കാപ്പിക്കുള്ള സാമ്പാറിന് കഷ്ണങ്ങൾ മുറിക്കുകയാണ് സുഭദ്ര. ആ സമയം ചിരകാനായി മുറിച്ചു വെച്ചിരുന്ന തേങ്ങ കണ്ണിൽപ്പെട്ടതും ഭൂമി അതിനടുത്തേക്ക് ചെന്ന് തേങ്ങ ചിരകാൻ തുടങ്ങി. അതൊക്കെ അവിടെ വെച്ചേക്ക് മോളെ, ശീലമില്ലാത്ത ജോലിയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേവകി അത് തടയാൻ ശ്രമിച്ചു. ഞാനിതൊക്കെ എൻ്റെ വീട്ടിൽ സ്ഥിരം ചെയ്യുന്ന ചേച്ചി പറഞ്ഞുകൊണ്ട് ഭൂമി തേങ്ങച്ചിരകൾ വീണ്ടും തുടർന്നു. വലിയമ്മമാരൊക്കെ ഇന്ന് പോകും കേട്ടോ മോളെ, തകൃതിയായി തേങ്ങ ചിരങ്ങുന്ന ഭൂമിയോടായി സുഭദ്ര പറഞ്ഞു. അത് കേട്ടതും ഭൂമിയിൽ നിന്ന് ഒരു നെടുവീർപ്പുയർന്നു. സുഭദ്രയ്ക്ക് ചിരി വന്നു പോയിരുന്നു. ആ സമയത്ത് ഊണ് കഴിഞ്ഞപ്പോൾ തന്നെ വലിയമ്മമാർ ഓരോരുത്തരായി യാത്ര പറഞ്ഞിറങ്ങി. അവർ 3 പേരും മാത്രമായി ആ വീട്ടിൽ പിന്നീട് അവശേഷിച്ചത്. ഭൂമിയും സുഭദ്രയും ഗാർഡനിലെ ഊഞ്ഞാലിൽ ഓരോന്നൊക്കെ സംസാരിച്ചിരിക്കുന്നു. മറ്റന്നാൾ കാർത്തിയുടെ അച്ഛൻ വരും ദുബായിൽ നിന്ന്. 3 മാസത്തെ ഒരു ബിസിനസ് മീറ്റിംഗ്, അതിനുവേണ്ടി പോയതായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ തന്നെ കാണും. ആണോ? സാറിൻ്റെ അച്ഛനെ ഞാൻ ഒരിക്കൽ മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അന്ന് വീട്ടിൽ പെണ്ണ് കാണാൻ വന്ന നേരത്ത്. പെട്ടെന്ന് സുഭദ്രയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു. ഭൂമിയെ ആദ്യമായി കണ്ടപ്പോൾ കാർത്തിക്കിൻ്റെ വധുവായി ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്നായിരുന്നു അവരാഗ്രഹിച്ചത്. എന്നാൽ കാർത്തിക് വിവാഹത്തിന് സമ്മതിക്കാതിരുന്നതോടെ ഒടുക്കം ഭൂമിയെ കിരണിൻ്റെ വധുവായി കൊണ്ടുവരാമെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. പെട്ടെന്ന് ഭൂമി അത് പറഞ്ഞപ്പോൾ സുഭദ്രയ്ക്ക് കിരണിനെ ഓർമ്മ വന്നു. ദുബായിൽ എവിടെയോ ആ പെണ്ണിനൊപ്പം അവനുണ്ടെന്ന് സുഭദ്രയുടെ ഭർത്താവ് പറഞ്ഞവൾ അറിഞ്ഞിരുന്നു. പിന്നീട് കിരണിനെ വിളിക്കാനും അവനോട് സംസാരിക്കാനും ഒന്നും സുഭദ്രയ്ക്ക് തോന്നിയില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഇങ്ങനെയൊരു പ്രണയം മനസ്സിലുണ്ടായിട്ട് അതേപ്പറ്റി ഒരു വാക്കുപോലും അവൻ ആരോടും പറഞ്ഞില്ല. ഒരുപക്ഷെ ഈ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഭൂമിയുമായി ഒരു വിവാഹത്തിന് അവനെ കൊണ്ട് എത്തിക്കില്ലായിരുന്നു. ചതി അത് ആരുടെ ഭാഗത്തായാലും പുറത്തു കൊടുക്കാൻ പറ്റില്ലായിരുന്നു സുഭദ്രയ്ക്ക്. വൈകുന്നേരം ആയതോടെ ഭൂമിയുടെ സാധനങ്ങളെല്ലാം കാർത്തിക്കിൻ്റെ റൂമിൽ നിന്നെടുത്ത് സുഭദ്ര അവൾക്കായി കൊടുത്ത മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ സമയം കാർത്തി പുറത്തെവിടെയോ പോയതാണ്. അത് അവൾക്ക് കൂടുതൽ സൗകര്യവുമായി. വൈകുന്നേരം ഭൂമി മുകളിലെ അവളുടെ റൂമിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കാർത്തി വന്നത്. അവളിരുന്ന മുറിയുടെ ഡോർ അടഞ്ഞു കിടന്നതുകൊണ്ട് അവളതിലുണ്ടാകുമെന്ന് കാർത്തി പ്രതീക്ഷിച്ചിരുന്നില്ല. സ്വന്തം മുറിയിൽ പോയി ഭൂമിയെ പ്രതീക്ഷിച്ചു പോയവന് അവളെ കാണാതായതോടെ ചെറിയ നിരാശ തോന്നി. അമ്മയുടെ കൂടെ താഴെ എവിടെയെങ്കിലും ആയിരിക്കുമെന്ന് കരുതി കാർത്തി പതിയെ അങ്ങോട്ടേക്കുള്ള പടിക്കെട്ടുകൾ ഇറങ്ങി. എന്നാൽ സുഭദ്ര താഴെ തനിച്ചിരുന്ന് സീരിയൽ കാണുന്നത് കണ്ടതോടെ സുഭദ്രയ്ക്കൊപ്പം അല്ല ഭൂമിയെന്ന് അവന് മനസ്സിലായി. പടിക്കെട്ട് പകുതി വഴി വരെ ഇറങ്ങിയ ശേഷം അവൻ തിരികെ പോകുന്നത് കണ്ടതും സുഭദ്ര മകനെ ഉറക്കെ വിളിച്ചു. എന്താടാ, ചായ വല്ലതും വേണോ? വേണ്ട. അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു തരം ദേഷ്യം കലർന്നു. ഭൂമിയോടെ അല്പം ഉറക്കെ തന്നെ അവൻ അവരോട് ചോദിച്ചത്. അവൾ പഠിക്കുമായിരിക്കും. കാര്യം മനസ്സിലായതുപോലെ അവൻ ഓടി മുകളിലെ മുറിയിലേക്ക് പോയി. പഴയൊരു ഓർമ്മ മനസ്സിലുള്ളതുകൊണ്ട് ഡോർ ചെറുതായി ഒന്ന് നോക്ക് ചെയ്തു. പ്രതീക്ഷിച്ച പോലെ ഭൂമി വന്ന് വാതി തുറന്നതും അവൻ്റെ സകല നിയന്ത്രണവും നഷ്ടമായി. നീ എന്താ ഇവിടെ? അതുകൊള്ളാം, ഇതല്ലേ എൻ്റെ മുറി? അവൻ്റെ ചോദ്യത്തിന് ഭൂമി ഒരു മറുചോദ്യം ചോദിച്ചതോടെ അവന് ദേഷ്യം വന്നെങ്കിലും അത് നിയന്ത്രിച്ചുകൊണ്ടവൻ സ്വന്തം റൂമിലേക്ക് പോയി. അല്പനേരത്തിന് ശേഷം കാർത്തികിൻ്റെ മുറിയിൽ എന്തോ പൊട്ടിത്തകരുന്ന ശബ്ദം കേട്ട് ഭൂമി അവിടേക്ക് വന്നു. തുറന്നു കിടന്ന വാതിലൂടെ അവൾ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവനവളെ തടഞ്ഞു. നിൽക്കവിടെ. തുടരും. പ്രിയപ്പെട്ട എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഒരുപാട് നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് മൂലമാണ്
എൻ്റെ കഥകൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ് എല്ലാത്തിനും ഒരുപാട് നന്ദി. ഇനിയും പ്രതീക്ഷിക്കുകയാണ്. പറ്റുമെങ്കിൽ ഒരു 10 മിനിറ്റ് വീഡിയോ ഞാൻ നൈറ്റിൽ തരാവേ, അല്ലെങ്കിൽ നാളെ ലെങ്ത് കൂട്ടാം. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.